നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് കളിക്കുന്ന ഇന്ത്യൻ ബൈക്കല്ല, ഗ്രാനി 3 എന്ന് പറയുന്ന ഗെയിമാണ്. ഇതെല്ലാവർക്കും അറിയാം, ഒരു ഹൊറർ ഗെയിമാണ്. പിന്നെ പ്രാക്ടീസ് മോഡാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. പ്രാക്ടീസിൽ ആരും കാണത്തില്ല, വീട്ടിൽ ആരും കാണത്തില്ല. കഴിഞ്ഞ വീഡിയോയുടെ കമൻറ്റിൽ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രാനി 3 പ്രാക്ടീസ് കളിക്കാവൂ എന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതാവുമ്പോൾ ഒരു ഹൊറർ ഗെയിമാണ് രസം. പക്ഷെ ഇതിൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, നമ്മുടെ ഗ്രാനി ഒന്നുമില്ല. ഓടിച്ചെന്നിട്ട് ഓടിച്ചെല്ലാം അങ്ങോട്ട് ഓടിച്ചെന്ന് ഇവിടെ എന്തുണ്ട്? ഇവിടെ വെപ്പൺ കീ ഉണ്ട്. എനിക്ക് തോന്നി ഇവിടെ ആദ്യമേ നമ്മൾ കളിക്കുമ്പോൾ എന്ന് വന്നാലും അന്ന് ഇവിടെ വെപ്പൺ കീ വാങ്ങി എന്ത് സംഭവം എന്നൊന്നും എനിക്കറിയത്തില്ല. പെട്ടെന്ന് വെപ്പൺ കീ ഒന്നുമില്ല, എന്നിട്ട് അടിച്ച് ഇവിടെ ഈ അസ്ഥി കൂടെ ഉണ്ട്. ഇവിടെ ഒന്നുമില്ല. ഇത് എന്താത്തിനാണായിരിക്കും? നമുക്ക് ഈ ഡോറ് കാരണം കയറിച്ചല്ല. ഗ്രാനിയൊന്നുമില്ല, ഉണ്ടായിരുന്നെ എപ്പോഴേ വന്നേ. തുറന്നില്ലേ? കുറെ നേരം കാത്തിരിക്കുന്നു. ക്ഷമ. ഈ റൂമിൽ വലിയ കാര്യത്തിയൊന്നും കാണത്തില്ല, അതെപ്പോഴും ഒന്നുമില്ല. ഇതിലും ഒന്നുമില്ല, ഇതിൽ ഇല്ലെങ്കിലും എന്തെങ്കിലും ഇതില് കൊള്ളാം. താഴത്തെ നില ഞാൻ ഉണ്ട്, അവിടെ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ കാണാൻ നമ്മുടെ വേപ്പെണ്ണക്കീ എടുക്കുന്ന ഒരു സ്ഥലമാണിത്. ഞാൻ അവിടെ എത്തിപ്പെടുന്നു. കട്ടിലിൽ ലോക്കായി, അല്ല കട്ടിലിനടി കയറിപ്പോയി. ഇവിടെ എന്തുണ്ട്? ഇവിടെ ഒന്നുമില്ല. നീ ഇവിടെ എന്തുണ്ട്? ഇലക്ട്രിക്കിൻ്റെ സ്വിച്ച് ഉണ്ട്. സ്വിച്ച് ഇന്ന് ട്രെയിൻ എസ്കേപ്പാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുവഴി ഇറങ്ങും. ആകുമ്പോൾ അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ട് ഇതെന്തുവാ സേഫ്റ്റിയാണ്. ഇത് സേഫ്റ്റി. ഈ അലമാരയൊക്കെ തുറന്നു പോകും. സംഭവം എന്ന് വെച്ചാൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീപ്പെട്ടി കിട്ടി. ട്രെയിനിൻ്റെ എന്തൊരു സാധനം കിട്ടി. കയറി നിന്നിട്ട് സീൻ ഗ്രാനി ആളെ വന്ന് നമുക്ക് ഇതിൻ്റെ അകത്ത് കയറി അടച്ചു കൂട്ടി ഇരിക്കാം. നേരെ പറത്തി വിടുന്നു. കല്ലെടുത്തിട്ട് നമ്മൾ നേരെ ഇവിടെ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി ആ ഫസ്റ്റ് കല്ല് എടുത്തു. സെക്കൻഡ് കല്ല് ഷൂട്ട് ചെയ്യരുതേ, അറിയാതെ ആയാലും ഷൂട്ട് ചെയ്ത കല്ലില്ലേ.
ഒന്നുമില്ല, കൊള്ളാം. ഈ വണ്ടിയിലൊക്കെ നമ്മളെ ഇട്ട് കത്തിക്കും, നമ്മളെ വില കൊടുക്കത്തില്ലേ. അപ്പോൾ ഈ വണ്ടിയുടെ അകത്തിട്ട് ഒരു ബോംബ് ഇട്ട് ഗ്രാനി നമ്മളെ കിട്ടില്ല. അപ്പോഴത്തേക്കും നമ്മുടെ ഗ്രാൻഡ് ആണെങ്കിൽ പ്ലാങ്ക് ആയിരിക്കും. ഗ്രാൻഡ് ആണെങ്കിൽ തോക്കെടുത്ത് പുഷ്പ സിനിമാനെ വരെ ഇങ്ങനെ തോളിൽ വെച്ചിട്ട് തഗ്ലൈഫിൻ്റെ കണ്ണാടി എടുത്തിട്ട് അങ്ങനെ സംഭവം ഒന്നും അറിയത്തില്ല. എന്നാൽ ഗ്രാനിയാണ് അത് ഇടേണ്ടത്. ഗ്രാനിയാണ് നമ്മളെ കൊല്ലുന്നത്. ചിലപ്പോൾ ഗ്രാൻഡയ്ക്ക് അതിലൊരു പങ്കുണ്ടല്ലോ, അതായിരിക്കും നികാരം ഉദ്ദേശിച്ചത്. നമുക്ക് നേരെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് ഇപ്പോഴെങ്കിലും ഗ്രാനി ഉണ്ടായിരുന്നെങ്കിൽ ഗ്രാനിയുടെ തല ആടിയാൽ പൊട്ടിയായിരുന്നു. ഇവിടെ എന്തായാലും ഇവിടെ ഇത് വേണം, മറ്റേ ഇതിൻ്റെ പേര് ട്രെയിനിലെ എസ്കേപ്പ് ചെയ്യുന്നു. ഒരു പരിപാടിയുണ്ട്, വീണ്ടും ഷൂട്ട് ചെയ്താൽ പൊട്ടിത്തരും. അപ്പോൾ ഇവിടെ തറയിൽ നിങ്ങൾ ഇതെന്താ സാധനം ഇവിടെ തറയിൽ കിടക്കുന്നത്? ഡോർ ആക്കി വെച്ച് ചെയ്യുന്ന ഒരു സംഭവമാണ്. നമ്മൾ ഇങ്ങോട്ട് വെച്ചാൽ നമുക്കിനി ഇവിടെ കയറുമ്പോൾ എന്തുണ്ട് ഗൈസ്? ഇവിടെ ഷെഡിൻ്റെ കീ ഇരിക്കുന്നു, എടുക്കാം. ക്രോബാർ എടുത്ത് മിക്കവാറും ഇവിടുന്ന് തേങ്ങ കിട്ടും. തേങ്ങ ഇനി കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. ഫയർവുഡ് ഒരിടത്തും കൂടെ നോക്കാനുണ്ട്. ഇവിടെ എന്ന് വെച്ചാൽ ഏറ്റവും മേളിലത്തെ നില. തേങ്ങ ഇരിക്കുന്നു കേട്ടോ. തേങ്ങ വെച്ച് എന്തായാലും ഒരു കാര്യമില്ല. എസ്കേപ്പ് ആകുമ്പോൾ എന്തായാലും നമുക്ക് തേങ്ങയും എടുത്തുകൊണ്ട് പോവാം. ഇവിടെ പ്ലാങ്ക് വേണമല്ലോ. ഇതിനല്ല നമ്മൾ മുന്നോട്ട് വന്നത്. ഇത് ഒരു പരിപാടിയുണ്ട്. എന്താണ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല. ഇവിടെ കുഴിയുണ്ട്. കുഴിയുണ്ട്. കുഴി കണ്ടോ ഗൈസ്? ഈ കുഴിയിൽ നമ്മൾ ചാടി ബില്ലറുമില്ലേ ഇങ്ങോട്ടിടാറുണ്ട്. അവിടെ ഉണ്ടായിരുന്നു കുഴിയുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ കുഴിയാണ് സേഫായിട്ട് ഡ്രോപ്പ് ചെയ്തിട്ട് തല പോയിട്ടുണ്ട്. കുഴപ്പമില്ല. ഈ സൈഡിൽ തുറക്കാനാണ്. അയ്യേ, ജനറേറ്റർ കേബിൾ വെറുതെ ആയിപ്പോയി. ഒന്നും ഇങ്ങോട്ടെങ്ങാനും ചാടിയാൽ നമ്മൾ ചത്തു. അതെന്താണെന്ന് വെച്ചാൽ ഒന്നുമല്ല, ലിഫ്റ്റ് വർക്കാവത്തില്ല. ചാടിയ താണ്ട് കുഴിയുണ്ട്. ഒരുപാട് വേറെ ഇവിടെ എന്തോ ഇവിടെ ഇത് സെല്ലറിയുടെ ആത്മാവുണ്ട്. ഗ്രാൻഡ് റെഡ്യൂസിന് സാധനം അറിയാമോ? നമുക്ക് ഒരു ദിവസം ഇതിലിട്ട് പൊട്ടിക്കണം. ഞാൻ പൊട്ടിച്ചേ. ഇവിടെ ഒന്നുമില്ല. ഇവിടെ മിക്കവാറും ഇവിടെ ഒന്നും കാണത്തില്ല. ഇത് എന്ത് കഷ്ടമാണ്. എന്ത് വീടടെ ഇവിടെ ഒന്നും കയറിയിട്ടില്ല. ഇവിടെ ഒന്നും കാണത്തില്ല. ഇത് കൊള്ളാല്ലേ.
ഫ്ലഷ് എടുക്കുന്നു. പ്രത്യേകിച്ചൊന്നും കിട്ടത്തില്ല. ഫ്ലഷ് അടിക്കുന്ന സംഭവം എന്തുകൂടെ സിമെന്റ് വെച്ച് അടച്ചു വെച്ചേക്കുന്നു. ചിലപ്പോൾ ഗ്രാനിക്ക് മാത്രം ആ സിമെന്റ് മാറ്റിയിട്ട് പറ്റുമായിരിക്കും. മനസ്സിലായല്ലോ സംഭവം. എടാ പിയാനോ ഒക്കെ വായിക്കാം. ഈ സൗണ്ട് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. കേൾക്കാൻ പറ്റത്തില്ലേ? ഇനി ഗ്രാനി എങ്ങനെ കണ്ട ഗ്രാനി വിഷമിച്ചാലും. ഒന്നും കിട്ടിയില്ലയോ? ആക്സിലേറ്റർ പോലും കിട്ടിയില്ല ട്രെയിനിൻ്റെ. എന്തോ ചെയ്യും? ഫ്യൂസൊക്കെ കിട്ടിയായിരുന്നെങ്കിൽ ഇത് വെച്ചിട്ട് ഇതിന് എന്തോ ഉണ്ട്. സേഫ്റ്റി എന്ത് ഷെഡ്ക്ക് എങ്ങനെയുണ്ടോ? ഷെഡിൽ മിക്കവാറും കാണുന്നൊരു സാധനം വേറെ ഒന്നുമില്ല. എൻ്റെ താഴെയായിരിക്കും. സ്പീഡില്ല, ഓടണമല്ലോ. ഓടങ്ങോട്ട് ഒരു നല്ല സ്പീഡ് കിട്ടണ്ടേ? വേണ്ട ഷെഡ് ഓടിച്ചെന്ന് ഷെഡെന്ന് പറയാം. താവ മിക്കവാറും താവ ഞാൻ പറഞ്ഞില്ലേ, താവയല്ലേ ഇവിടെ കാണത്തുള്ളൂ. സത്യം പറഞ്ഞതിൻ്റെ കഥ വലിയൊരു കഥയാണ്. ഗ്രാനിയൊക്കെ വളരെ പാവുക. ഗ്രാനി നല്ല ഗ്രാനിക്ക് സ്ലെൻഡറിന്ന് വെച്ചാൽ സ്ലെൻഡറി ഗ്രാനിയുടെ മോളുടെ മോളാണ് ഈ സ്ലെൻഡറിനേക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന സാധനമാണ്. നമ്മുടെ ഗ്രാനി കുടിക്കലല്ലേ, ഗ്രാനിക്ക് വരെ നമുക്ക് കൊണ്ടുകൊടുക്കാം. ട്രെയിനിൻ്റെ കീ ഇവിടെ കിടപ്പുണ്ട്. ഒരു കാര്യം അയ്യോ അതല്ലേ പറയപ്പോയിരുന്നെങ്കിൽ പിന്നെ പറയുന്നത് എടുത്തുകൊണ്ട് വരേണ്ടി വരും. അതോ വരുന്നു ഇല്ല, ജസ്റ്റ് ഭാഗ്യമാണ്. ഇനി കയറും. വാ ഗ്രാമില്ലാത്തതൊന്നും നമുക്ക് താഴെ ഇട്ട് കൊടുക്കാം. ഇത് വിഷമമുണ്ട്. ചേട്ടാ ഇത് കറക്റ്റായിട്ട് വീണില്ലേ? വീണായി എന്തേലും പറ്റൂ? കറക്റ്റായിട്ട് എത്ര നേരം കിടക്കൂടാ? പാവ വരെ നേരെ ഇടാൻ പറ്റുന്നില്ല. ഇവിടെ സ്ലെൻഡറിനെ വന്നപ്പോൾ ഞാൻ ജസ്റ്റ് പിടിച്ചു. എന്തോടാ അത്? എന്തോ അത്? പാഡ്ലോക്കിൻ്റെ കീയോ?
പെട്ടെന്ന് എസ്കേപ്പ് ആവാൻ പറ്റും. പക്ഷെ ഫ്യൂസ് കണ്ടുപിടിച്ചോ? ഫ്യൂസ് ഇനി എവിടെയാണ്? ഫ്യൂസ് കിട്ടിയ ഫ്യൂസ് എവിടെ കിട്ടുന്നു? അപ്പുറത്തോട്ട് വരുന്നതാണ് ട്രെയിൻ എസ്കേപ്പ്. മിക്കവാറും ഞാൻ ഫ്യൂസ് കയറപ്പോഴേ ഒരു റൂമിൽ കയറിയില്ലല്ലേ. ആ റൂമിൽ എങ്ങാനും കാണാൻ സാധ്യതയുണ്ട്. നമുക്ക് ഓടിപ്പോയി പ്ലാങ്ക് എടുക്കാം. ആദ്യം പ്ലാങ്ക് എടുത്തിട്ട് നേരെ അവിടെ വെച്ചിട്ട് ഞാനും കയറി ചെന്നില്ല. കയറാനിട്ട് അവിടെ തറയിലൊരു കല്ലിടപ്പുണ്ട്. ഇതിൻ്റെ കീഴടപ്പുണ്ട്. ഞാൻ ഇരിക്കുന്നു നമ്മുടെ പ്ലാങ്ക് ഏതാകണുണ്ട്. പോയിട്ട് കുറച്ച് പരിപാടിയുണ്ട്. പെട്ടെന്ന് വേണം. സ്പീഡില്ല. ഉള്ളി ഭയങ്കര സ്പീഡിലായി പോകുന്നു. ഇന്ത്യൻ ബൈക്കിലൊക്കെ പ്രേതം വേണം. പൊളിക്കുന്നു. ഈ റൂമിലെ പൈസ സൂക്ഷിച്ച്. ദൈവം ഫ്യൂസുണ്ടോ? ആസിലേറ്റർ കിട്ടി. രക്ഷപ്പെടാൻ നമുക്കിനി ഒരു സാധനം കൂടെ കിട്ടിയാൽ മതി. പോക്കാനിട്ടൊന്നും വേണ്ട. തടി എവിടായിരുന്നു? തടി പെട്ടെന്ന് കണ്ടുപിടിക്കട്ടു. തടി കിട്ടിയാൽ നമ്മൾ ഇത് പരിപാടിയില്ല. തടി എടുക്കുന്നു. തീപ്പെട്ട് താഴെ ഉണ്ട്. ഓടിപ്പോവാണ് നോക്കുന്നത്. അതുകൊണ്ട് തടി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ മാച്ചസ് ഇരിപ്പുണ്ട്. തടി ഉണ്ട്. കണ്ടില്ലായിരുന്നു. നോട്ട് ചെയ്ത് വെക്കണം. ഇവിടെ മിക്കവാറും ഫ്യൂസ് കാണത്തില്ല. പകരം പിന്നെ ഇവിടെ എന്തൊരു ഗേറ്റ് തുറക്കുന്നൊരു സാധനം. കിട്ടുന്ന സാധനം കിട്ടുന്നില്ല. നമ്മുടെ തടി ഒരു കയറി. തടി കിട്ടി. എവിടെ വന്ന് തടി? താഴത്തെ ഏറ്റവും നമ്മുടെ താഴത്തെ നിലയിൽ ഇവിടെ ഒരു പെട്ടി ഉണ്ടല്ലോ. നമ്മൾ ക്രോബാർ വെച്ച് ഇരിക്കുന്നു തടി. ഓർത്ത് ഓടിച്ചെന്നാൽ നമുക്ക് പെട്ടെന്ന് രക്ഷപ്പെടാം.
വിട്. ഓടുകയാണ് ഇവിടുന്ന് ലെഫ്റ്റ് എടുക്കുന്നു. നോക്കിയിട്ടില്ലായിരുന്നു. എന്തായാലും നമുക്ക് നേരെ തീപ്പറ്റി എടുക്കുന്നു, കത്തിക്കുന്നു, ട്രെയിൻ എടുക്കുന്നു, രക്ഷപ്പെടുന്നു. തീപ്പറ്റി ആ സൈഡിൽ ഇരിക്കുന്നു. തീപ്പറ്റി മോനെ പാടാ, ഇത് പെട്ടെന്ന് രക്ഷപ്പെടാനുള്ളയാ. ഭയങ്കര സ്പീഡല്ലേ, ഭയങ്കര സ്പീഡാ. അത്രയും സ്പീഡ് ഒരു മനുഷ്യനും കാണത്തില്ല. സ്പീഡുള്ള കാവസാക്കി നിന്റെ വരെ തോറ്റു. ഇവിടെ പെട്ടെന്ന് പുക കത്തിക്കൊണ്ടിരിക്കുക. അപ്പം കാക്കയാണെങ്കിൽ ഇറങ്ങി ഓടിക്കാണും പേടിച്ചോണ്ട്. ഇതെവിടെ ഓടണ്ട പുക വന്നു. എനിക്ക് ഒന്നും പേടിക്കാൻ പോയില്ല. നമ്മൾ ഈ വീട്ടിൽ നിന്ന് പോവാ. വീട്ടിൽ നിന്നൊക്കെ താറ്റ കൊടുക്ക. ഗ്രാനിയൊക്കെ ഉള്ളൊരു വീഡിയോ കാണും. അങ്ങോട്ടങ്ങോട്ട് ട്രെയിനിൽ എടുത്തിട്ട് ട്രെയിൻ നമ്മൾ തുറന്നു വിട്ടായിരുന്നു. അതിന് ഞാൻ ട്രിപ്പ് ചെയ്യാൻ കാണിച്ചിരുന്നായിരുന്നല്ലോ. ഇട്ടിട്ട് തെറിപ്പിച്ച് ഉണ്ട് തുറന്നിട്ടേക്കുക. ഓഹോ ഇവിടെ ആക്സിലേറ്റർ. ഓക്കെ, വേഗം ആക്സിലേറ്റർ എടുത്ത് നമുക്കൊന്ന് പോവാം. ആക്സിലേറ്റർ എടുത്ത് കിട്ടുന്നു, ഡോറെല്ലാം അടയ്ക്കുന്നു. പിന്നെ നമ്മൾ കഥ ഒന്ന് അടച്ചിട്ടേക്കാം. നമ്മുടെ വീട്ടിൽ നിന്ന് രക്ഷപ്പെടുകയാണ് ഗായ്സ്. What? എന്തൊരു പിടിയില്ലേ? നിറഞ്ഞേ ഡോറെല്ലാം അടച്ചിട്ടൊന്നുമല്ലോ. ട്രെയിൻ ഹാസ് നോ പവർ. എന്ത് സംഭവം? ട്രെയിനിന് പവറില്ല. പവറില്ലാത്ത ട്രെയിൻ ഹാസ് നോ പവർ. ആദ്യം ആക്സിലേറ്റർ കിട്ടി.
ഗൈസ് നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് തീരുവാണ്. സംഭവം എന്ന് വെച്ചാൽ എന്താണെന്ന് എനിക്ക് അറിയത്ത് പോലുമില്ല. ട്രെയിൻ ഹാസ് നോ പവർ പോലും. എന്തുവാ ഗൈസ് അത്? ഇനി എന്തോ ചെയ്യും? രക്ഷപ്പെട്ട് പകുതി നമ്മൾ ഇതാ തുറക്കുകയും ചെയ്ത് ആക്സിലേറ്ററും ഫിറ്റ് ചെയ്ത് ട്രെയിൻ കീയും വെച്ച് നമ്മുടെ വീഡിയോ ഇവിടെ ചെന്ന് തീരും. ഇതെന്താ സംഭവം എന്ന് എനിക്കറിയത്തില്ല. അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് തരാം. എന്തായാലും വീഡിയോ ഇവിടെ വെച്ച് എന്തായാലും തീരുവാണ്. ബൈ ബൈ ഗൈസ്.